താല്പിച്ചതാണ് ചായപ്പൊടി കൂടിപ്പോയി. അതാണ് ഈ കളറായിട്ടിരിക്കണം. അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളുള്ളത് ഗുജറാത്താണ്. അപ്പൊ ഗുജറാത്തിൽ ഞാൻ ആദ്യം ഷാർജയിലായിരുന്നു മദ്രാസിൽ നിന്നാണ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തത്. അതിനുശേഷം പിന്നെ നേരെ ഗുജറാത്തിലോട്ട് തോന്നി. വന്നിട്ട് ഇതേവരായിട്ട് ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് നമ്മുടെ കിച്ചനാണ് ഇത്. അപ്പൊ ഇപ്പൊ നമുക്ക് കുറെ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകുന്ന എനിക്കറിയാം. ഞാൻ എവിടെയാണ് വർക്ക് ചെയ്യണം, എന്തിനാണ് ദുബായിൽ വന്ന് കേൾക്കുന്നത്, ഇവിടെ വന്ന് കേൾക്കണം, എന്തിനാണ് ഗുജറാത്തിൽ, എന്തിനാണ്, ഇനി കുറെ ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ എല്ലാത്തിനുള്ള ഉത്തരങ്ങളുണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ചെറിയൊരു വീഡിയോ ചെയ്യാം. അപ്പൊ ഇന്ന് ചായ ഉണ്ടാക്കിയതാണ്. ഒരു കംബാക്ക് വരുത്താന്ന് വെച്ചപ്പോ ഞാൻ കുറെ മാറ്റങ്ങൾ നമുക്ക് ഇങ്ങനെ വരുത്തണം നല്ലതാണല്ലോ. മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഞാനിവിടെ എന്തിനാണ് അതെല്ലാം നമുക്ക് പറയാം. പിന്നെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു മാറ്റത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയതാണ്. ചെറിയൊരു പാഴ്ച ഫസ്റ്റ് ടൈം എന്താ ഉണ്ടാക്കിയാലും ഇങ്ങനെ തന്നെയാണല്ലോ. നമുക്കതൊരു പാഴ്ചയുടെ കൂട്ടണ്ട ഫസ്റ്റ് ടൈം. ഓക്കെ, പിന്നെ ഇവിടെ എന്താണ് ഇങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പെസ്റ്റ് കൺട്രോളിന് ആൾക്കാരാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇത് മൊത്തത്തിൽ ഞങ്ങൾ മാറ്റിയതാണ്. മൊത്തത്തിൽ മാറ്റിയിട്ടൊന്നും തിരിച്ചു കയറ്റിയിട്ടില്ല. ഇവിടെ പിന്നെ ഫുള്ള് പിള്ളേരായതുകൊണ്ട് പിന്നെ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഫുള്ള് ക്ലീൻ ചെയ്യാറുണ്ട്. ആഴ്ചയിൽ ഇങ്ങനെ വന്ന് ക്ലീൻ ചെയ്യും. അപ്പൊ എല്ലാവരും പിന്നെ ഓരോ ഷിഫ്റ്റിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്ന് എനിക്ക് എന്റെ ഷിഫ്റ്റ് ആവണുള്ളൂ. ഇപ്പൊ സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്റെ ഷിഫ്റ്റ് ആവണുള്ളൂ. എനിക്ക് ഒരു 3:30 ആവണം. ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതെല്ലാം നമുക്ക് ചായ കുടിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയാം. നമ്മൾ പോയി ചായ അടിക്കട്ടെ. പക്ഷെ ചായ ഗ്ലാസ് ഇവിടെ നോക്കിയിട്ട് കിട്ടണില്ല. ഒരു കപ്പ് കൊടുക്കും. ഓക്കെ, ചായ പിന്നെ നമുക്ക് ചായ കുടിച്ചുകൊണ്ട് കുറച്ച് സംസാരിക്കാം. പിന്നെ ഇതിന്റെ പുറത്തോട്ട് ഗ്ലാസ്സുകൾ ഞാൻ കാണിച്ചു തരാം. പുറത്ത് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പൊ പുറത്തിറങ്ങാൻ പറ്റില്ല, ഭയങ്കര ചൂടുണ്ട് പുറത്ത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയാൽ ശരിയാവില്ല ഗീസ്. അപ്പോൾ കുറച്ച് പരിപാടികളുണ്ട്. നമ്മുടെ സാർമാരെല്ലാം അടിയിലുണ്ട്. അപ്പൊ അത് കുറച്ച് പ്രശ്നമാണ്. നമുക്ക് ചായ കുടിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പോയിട്ട് ഞാൻ സംസാരിക്കാം. അപ്പൊ ഞാൻ ചായയിൽ പഞ്ചസാര നമുക്ക് നേരെ ഹാളിലോട്ട് ചായ നമ്മൾ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ്റെ ഹാള് വരുന്നത്. വലിയ ഹാളാണ്. അവിടെ ഒരു റൂമുണ്ട്, ഇപ്പുറത്തൊരു റൂമുണ്ട്. അവിടെ ആൾക്കാർ കിടന്ന് ഉറങ്ങിയാണ്. അവരിടന്ന് ഉറങ്ങുന്നതുകൊണ്ടാണ് ഞാൻ അവിടെ പോകാത്തത്. പിന്നെ ഇവിടെ പെസ്റ്റ് കൺട്രോൾ വന്നുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇപ്പുറത്ത് എടുത്ത് വെച്ചേക്കണം. വേണ്ട, ഇതിപ്പം നോക്കണ്ട, ഭയങ്കര മിസ്സായിട്ടിരിക്കുകയാണ്. വേറൊരു ദിവസം നമുക്ക് നമ്മുടെ റൂം ടൂർ എടുത്താം. ഓക്കെ, പിന്നെ ഇവിടെ അതിൽ ടോയ്ലറ്റ് ഇവിടെ വരുന്നുണ്ട്. ഒരു ബാത്റൂം അപ്പുറത്ത് വരുന്നുണ്ട്. പിന്നെന്ന് വെച്ചാൽ ഇപ്പം ഷെഡ്യൂൾ അനുസരിച്ച് ഓരോരുത്തരും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ വർക്ക് ചെയ്യണത്, ഞാൻ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ ആ ഷാർജയിൽ ഒന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്ഡൊണാൾഡ്സിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ ക്രൂ ആയിട്ട് കയറി ഇനി ഒരു വിധത്തിനുള്ളിൽ അങ്ങനെ മാറി പോയിക്കൊണ്ടിരിക്കണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിച്ചു പോകുന്നതനുസരിച്ച് നമുക്ക് കയറി പോകാം. തീരെ പ്രാക്ടിക്കലുണ്ട്, മനസ്സിലായെന്ന് വെച്ചാൽ ഹോട്ടൽ മാനേജ്മെൻറ്റ് രീതി തന്നെ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പരിപാടിയാണ്. പിന്നെ അത്യാവശ്യം സാലറി ഉണ്ട്. ഇവിടുത്തെ ഒരു സ്റ്റാൻഡേർഡ് സാലറി ഉണ്ട്. നമുക്കൊരു അങ്ങനെ പോവാം. നാട്ടിലെ ഒരു സ്റ്റാൻഡേർഡ് നോർമലി ഒരാൾക്ക് സ്റ്റാർട്ട് ചെയ്യണം നാട്ടിൽ ഇത്ര ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 10,000 രൂപ സ്റ്റാർട്ടിങ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ എന്ന് പറയുമ്പോൾ അത് ഓവർ ടൈം ചെയ്യുന്നതനുസരിച്ച് ഒരു മണിക്കൂറിന് 10-20 dirhams വെച്ചിട്ട് എക്സ്ട്രാ ഉണ്ട് ഡെയിലി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 10,000 രൂപ മാസം ഒപ്പിക്കാം നമുക്ക്. അങ്ങനത്തെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ ഗൈസ്, പിന്നെന്താ പറയുക, കുറേ നാളായി വീഡിയോ ഇട്ടിട്ട്. ഞാൻ വിചാരിച്ചിരുന്നൊരു വീഡിയോ ഇടാം, നമുക്കൊരു നല്ലൊരു കംബാക്ക് വരുത്താം എന്നൊക്കെ വിചാരിച്ചപ്പോൾ അങ്ങനെ ഒരു ചായ ഇട്ടതാണ്. എൻ്റെ കടുപ്പം കൂടി പോയി. പിന്നെ ഫുജേറ ഇപ്പം ഇന്ന് ഇപ്പോൾ പുറത്തോട്ടിറങ്ങാൻ പറ്റില്ല. വേണ്ട, ഇത് ഞാൻ ഇങ്ങനെ മാറ്റാറില്ല. ഇത് മാറ്റിയാന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴാണ് ഇത്ര ടൈമായി ഇതെല്ലാം മനസ്സിലാക്കില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വെച്ചാൽ ഒരു ഇരുട്ട് ഫീലാണ് മൊത്തത്തിൽ. കണ്ട, ഒരു ഇരുട്ട് ഫീൽ ആയതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. നല്ല ചൂടുണ്ട് പുറത്ത്, ഒരു 40 ഡിഗ്രി അടുത്തൊക്കെ ചൂടുണ്ട്. കണ്ട, ഇതാണ് ഫുജേറ ഗൈസ്. ഫുജേറ നമ്മളെ ഫ്രണ്ടിലുള്ള ഫ്ലാറ്റാണ് ആ കാണുന്നത്. ആ റൂട്ടിലാണ് നമ്മുടെ വണ്ടിയൊക്കെ വരുന്നത്. ഇവിടെ വണ്ടി വന്നിട്ടാണ് നമുക്ക് കയറി പോണത്. നമുക്ക് പോകാൻ ബസ്സുണ്ട്, 2 ചെറിയ വണ്ടികളുണ്ട്. നമുക്ക് 3-4 ഡ്രൈവേഴ്സ് ഉണ്ട്. ഓൾ ഗൈസ് സൂപ്പറാണ്. ഇത് വരാ ഫ്ലാറ്റാണ് കേട്ടോ, മക്ഡൊണാൾഡ്സിൻ്റെ ഫ്ലാറ്റാണ്. കുറേ ബെനിഫിറ്റ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ ഇവർ ഒരു കൊല്ലത്തിനുള്ളിൽ തന്നെ ഒരു കൊല്ലം കൂടുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ എല്ലാം ഓൾ ഇന്ത്യ വരുന്നുണ്ട്. ഇന്ത്യയിൽ വരുന്നുണ്ട്, ഇന്ത്യയുടെ പുറത്തുണ്ട്, നേപ്പാളിൽ നിന്ന് കണ്ടോ കുറേ പേര് ഇവിടെ ഉള്ളത്. പിന്നെ അവരുടെ ലാംഗ്വേജ് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പയ്യെ.
പക്ഷെ കിട്ടാൻ കുറച്ച് പണിയാണ്. നമ്മുടെ പോലത്തെ ഇംഗ്ലീഷോ അങ്ങനെ ലാംഗ്വേജ് അല്ല അവരുടെ, കുറച്ച് വ്യത്യസ്തമാണ്. പിന്നെ കുഴപ്പമില്ല, പയ്യെ പഠിച്ചു വരുന്നു. പിന്നെ കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇറക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചെയ്തിട്ടും കുറച്ചാളായി. ഞാൻ വിചാരിച്ച് എല്ലാവരും നമ്മുടെ വ്യൂ ഒക്കെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ് ഫുള്ള്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാൻ പറയാം. ഒരു വീഡിയോ നല്ല രീതിക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് പറയാൻ തോന്നി. അപ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ ആ വീഡിയോ നല്ലോണം കയറിയിട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത വീഡിയോ കൂടെ നമുക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ ഒരു 7 അങ്ങ് 6 പേരുണ്ട്. അപ്പോൾ എല്ലാവരും പോയേക്കാണ്. ഇപ്പോൾ 2 പേരുള്ളൂ, ഞങ്ങൾ 2 പേരും കിടന്നുറങ്ങിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് റൂമിലോട്ട് എടുത്താൽ റൂം നമുക്ക് വേറെ ദിവസം റൂം ടൂർ എടുത്താൽ എല്ലാവരും ഉള്ളപ്പോൾ ഒരു അടിപൊളിയായിട്ട് പരിപാടി നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെന്താ ഇനിയിപ്പോൾ പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്തത് അടിയിൽ സാറുമാരുണ്ട്. അവർ കണ്ട് നമ്മളിപ്പോൾ ഉറങ്ങണില്ലേ, നമ്മളെന്താണ് 8 മണിക്കൂർ വർക്ക് എടുത്ത് വന്നിട്ട് നീ ഇങ്ങനെ ഉറങ്ങണില്ലേ എന്നൊക്കെ ഒരു ചോദ്യം വരും, മനസ്സിലായോ? അപ്പോൾ കുറച്ച് ദിവസങ്ങൾ അലക്കാൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഓഫായിരുന്നു. പിന്നെ കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ അതിൻ്റെ ഇതിലാണ് എനിച്ചിരിക്കണത്. ഇപ്പോൾ കുറച്ച് 2 മണിക്കൂർ കിടന്നുറങ്ങിയിട്ട് വർക്കിന് പോകണം. എനിക്ക് ഷിഫ്റ്റാണ്, ABC-D വരെ ഷിഫ്റ്റുകളുണ്ട്. 4 ഷിഫ്റ്റാണ് ഒരു ദിവസം വരുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ ഷിഫ്റ്റ് ഇന്ന് C ആണ്. ഇത് 3:30 പോകണം. പിന്നെ ഒരു 1 മണിയൊക്കെ ആകുമ്പോൾ തിരിച്ചെത്തും. ആ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നോക്കണമെങ്കിൽ നല്ലൊരു തുടക്കം കിട്ടും. എന്ന് വെച്ചാൽ അതിനകത്ത് നിന്ന് പോകണമെന്നുണ്ടെങ്കിലും ഒക്കെയുണ്ട്. നല്ല രീതിയിൽ പഠിക്കാൻ അറിയണമാരൊക്കെ ഉണ്ടെങ്കിൽ കയറി പോയിരിക്കും. വെറുതെ പൈസ ഉണ്ടാക്കാം, വെറുതെ പറഞ്ഞല്ലോ ഗൈസ്. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ കുറച്ച് ടൈം എടുക്കും. ഇത് പഠിക്കണ കാര്യം പഠിക്കും, പിന്നെ ഈ വർക്ക് ചെയ്യണ കാര്യത്തിൽ കുറച്ച് ടൈം എടുക്കും ഞാൻ. അപ്പോൾ അല്ലാണ്ട് വർക്ക് ചെയ്യണ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ല, നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കയറി പോയി വേട്ടയായിട്ട് സെറ്റായിട്ട് കാശുണ്ടാക്കാം. ഓക്കെ, പക്ഷെ മാത്രമല്ല അറിവുകളും കുറേ പേരുണ്ട്. നമുക്ക് അടിപൊളിയായിട്ട് സംസാരിക്കുക, ലാംഗ്വേജ് കറക്റ്റ് ആക്കുക, എല്ലാം കൊണ്ട് അടിപൊളിയായിട്ട് പോവാം. പരമാവധി ഇപ്പോൾ ഫ്യൂച്ചറിലാണ് നിൽക്കണം പറഞ്ഞ ചില കുറവാണ്. ദുബായിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് ചിലപ്പോൾ തന്നെ അല്ല. അപ്പോൾ അതിനനുസരിച്ച് അവിടെ സാലറിയും കൂടുതലുണ്ട് കേട്ടോ. ഓരോ സ്ഥലങ്ങളെ അപേക്ഷിച്ച് നമുക്ക് സാലറി കൂടും. പിന്നെ ഓരോ കൊല്ലങ്ങളനുസരിച്ച് ഒരു കൊല്ലത്തിൽ 100 രൂപ സംബന്ധിച്ച് കൂടും. അങ്ങനെയൊക്കെ ഉണ്ട്. അത്യാവശ്യം ഓക്കെയാണ്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ വർക്കിൻ്റെ അപ്ഡേറ്റ്സ്. പിന്നെ ഞാനിവിടെ ചേരലാണ് എന്നൊക്കെയുള്ള അപ്ഡേറ്റ്സ് ഉണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാവർക്കും സുഖം എഴുതുന്നു. ഇത്ര നാളായി വീഡിയോ നമ്മൾ ചെയ്തിട്ട്. പിന്നെ തൊട്ട് നമ്മൾ പയ്യെ വീഡിയോ ഇട്ട് തുടങ്ങാം. ഇപ്പോൾ ഞാൻ വിചാരിക്കേണ്ട ആഴ്ചയിൽ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഡേറ്റ് പരമാവധി ഞാൻ ഒരു ബുധനാഴ്ചയൊക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കണം. എനിക്ക് ഓഫുള്ള ടൈമുകളിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നമുക്ക് ഇങ്ങനെ ഇറങ്ങി ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാവരും തിരിച്ചു വരുമ്പോൾ നമുക്കൊരു വീഡിയോ സെറ്റാക്കാം എല്ലാവരും കൂടിയിട്ട്. പിന്നെന്താ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കും. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഒരു ചെറിയ വീഡിയോ ഇട്ടിരിക്കട്ടെ. അപ്പോൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ പുറകെ വരും വീഡിയോസ്. അപ്പോൾ എല്ലാവരും കാണാൻ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് എത്തിക്കുക. പുതിയ കണ്ടന്റായിട്ട് നമ്മൾ തിരിച്ചു വരും. അതുവരെ ബൈ.